അതെ, ഇനിമാർ ഇടി കാണിക്കാൻ വന്നതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെയെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലല്ല, നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ ഈ കുളമ്പ് രോഗം വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്ന് അസുഖമുള്ള പശുക്കളെ കൊണ്ടുവന്നാണ് അല്ലെങ്കിൽ പോത്തുകളെ കൊണ്ടുവന്നിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉറവിടം എന്താണെന്നൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇതുവരായിട്ട് നമുക്കത് കാരണം ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. നമ്മളെപ്പോഴും മുൻകൂറായിട്ട് നമ്മുടെ കന്നുകാലികളെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലുത്. എന്ന് വെച്ചാൽ നമ്മുടെ കന്നുകാലികൾക്ക് ഒരു ക്ഷീണോ പനിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വരുന്നതോ ഇതെല്ലാം ഈ കുളമ്പ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഒരു ചെറിയ മാറ്റം കണ്ടാൽ പോലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇതുങ്ങളെ നിരീക്ഷിക്കുക. ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക എന്തുകൊണ്ടാണ് അല്ലേ അവന് ക്ഷീണം വന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാലിന് ചിലപ്പോൾ മുടന്തായിരിക്കാം, അപ്പോൾ അത് നോക്കുക. ആ കാല് പിടിച്ച് നോക്കുക, വല്ല കുറ്റി കയറിയതോ അല്ലെ എന്തെങ്കിലും ആണോ എന്ന് നമ്മളത് നോക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പാക്കറ്റ് പൊട്ടാസ്യം പെർമനേറ്റ് പൊട്ടിച്ചിട്ട് അതിൽ ഓരോ കപ്പ് വെച്ച് ആ 4 കാലിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം ഒരു അണുവിമുക്തമായി കിട്ടും. പിന്നെ ഡെയിലി പാടത്ത് കെട്ടുന്നതാണെങ്കിൽ പാടത്തു നിന്ന് അഴിച്ച് കയറ്റാൻ നേരത്ത് നമ്മൾ കരയിൽ കയറി കെറ്റാൻ നേരത്ത് തന്നെ ഒന്ന് കുളിപ്പിക്കുക. ആ 4 കാലെപ്പോഴും വൃത്തിയിലായിട്ട് നിർത്തുക. പോത്തല്ലേ അത് നടക്കില്ല അല്ലെങ്കിൽ പശുവല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നൊരു കാര്യമില്ല. നമ്മുടെ മൃഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കന്നുകാലികളെ വേണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നോക്കി നടത്തുക. പിന്നെ ചൂട് കൂടുതലാണ്. ഈ ചൂട് കൂടുന്ന സമയത്ത് മേത്ത് പോക്സ് പോലെ ഇങ്ങനെ വരാം, ഈ ചെറിയ കുരുക്കൾ വന്നിട്ട് പൊട്ടാം. അതിന് ഏറ്റവും നല്ലത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് 2 നേരം തണുപ്പിക്കുക. പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ പറ്റുകയാണെങ്കിലും കിടക്കുക. അത് കഴിഞ്ഞിട്ട് കയറ്റി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത ഒരുവിധം ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കിട്ടും, ശമനം കിട്ടും. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുനടക്കുക. പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ വിൽക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചേക്കണത്. ഞങ്ങൾ പാടത്ത് മാത്രമേ കെട്ടുള്ളൂ, കരയിൽ കയറ്റൂല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വർത്തമാനങ്ങൾ പറയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് മരുന്ന് തേടുന്നതിന് മുമ്പ്